ഹലോ എവരിവൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എ ചാനൽ. മഴക്കാലം കുറച്ച് നാളുകളായിട്ട് നമുക്ക് സങ്കടങ്ങളും വിഷമങ്ങളും നഷ്ടങ്ങളും മാത്രമാണ് സമ്മാനിക്കുന്നത്. 2018 വെള്ളപ്പൊക്കം മുതൽ ഈ അടുത്ത കാലത്ത് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ വരെ അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ ഒരുപാട് നമ്മുടെ കൺട്രോളിന് അപ്പുറത്തേക്കുള്ള ഒരുപാട് പ്രതിഭാസങ്ങൾ നമ്മുടെ ജീവനെയും നമ്മുടെ സ്വത്തിനെയും നമ്മുടെ ബിസിനസ്സിനെയും വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നാളുകളായിട്ട് കേൾക്കുന്ന കുറേ പ്രതിഭാസങ്ങളാണ് മാക്രോ ഇക്കണോമിക് ഫാക്ടേഴ്സ്, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, ഫ്ലഡ്, ലാൻഡ്സ്ലൈഡ്, ഹറിക്കെയിൻ, അങ്ങനെ പല തരത്തിലുള്ള പ്രതിഭാസങ്ങൾ. അപ്പോൾ നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള ബിസിനസ് സംരംഭങ്ങൾ, നമ്മുടെ പേഴ്സണൽ സ്വത്ത്, ഇങ്ങനെയുള്ള ഏതൊരു കലാമിറ്റി ഉണ്ടായാൽ കൂടും അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. അതിനെ നമ്മൾ ബിസിനസ് കണ്ടിന്യൂറ്റി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിനെ കണ്ടിന്യൂവേഷനായിട്ട് കൊണ്ടുപോകേണ്ടതെന്നതിന് പ്രധാനപ്പെട്ട 7 സ്റ്റെപ്പുകളാണ് ഈ വീഡിയോ വഴി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് നിഷാദ് ഗിരി, ഞാനൊരു ട്രെയിനറും ബിസിനസ് കോച്ചുമാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഒരു റിസ്ക് അസസ് ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് അസസ് ചെയ്യപ്പെടണം. അതിനുശേഷമായിട്ട് അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ബിസിനസ് ഇമ്പാക്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സിനും നമ്മുടെ എംപ്ലോയീസിനും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിനെയും സപ്ലൈ ചെയിനെയും അതെങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടാക്കി വെക്കണം. ഇത് പ്ലാൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഒരു ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഇങ്ങനത്തെ ഒരു പ്രതിഭാസങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ എംപ്ലോയീസിന്, നമ്മുടെ കസ്റ്റമേഴ്സിന്, നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഇതിൻ്റെ വ്യാപ്തി പറഞ്ഞ് മനസ്സിലാക്കണം. പലപ്പോഴും പല ഓർഗനൈസേഷൻസും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇതൊരു ഇമെയിൽ വഴിയോ ഒരു ഇംപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വഴി അയക്കുന്നത്. എപ്പോഴും കഴിയുന്നിടത്തോളം ഇത് നമുക്കിത് പേഴ്സണലായിട്ട് സംസാരിക്കാനുള്ള രീതിയിലുള്ള ഒരു സിസ്റ്റം കണ്ടുപിടിക്കണം. എന്നാലാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ. നാലാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മൾ ഈ ഡ്യൂറേഷൻ ഓഫ് ദിസ് ഇനി കലാമിറ്റി കുറച്ച് ഷോർട്ടായിരിക്കും, പക്ഷെ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. അപ്പോൾ നമുക്കൊരു റിക്കവറി വരുമ്പോൾ നമ്മുടെ ഡേറ്റ, നമ്മുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഒരു പ്രധാന സ്ഥലത്ത് നമ്മൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു വേണം. എസ്പെഷ്യലി നമ്മൾ സോഫ്റ്റ്വെയർ പോലുള്ള ഇൻഡസ്ട്രിക്ക് ആണെങ്കിൽ നമുക്ക് ഡേറ്റാ സെൻറ്റേഴ്സ് പല സ്ഥലത്ത് വേണം. ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാലും നമുക്ക് വേറെ സ്ഥലത്ത് അതിൻ്റെ ഡേറ്റ ബാക്കപ്പ് ആയിട്ടിരിക്കണം. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഓൾട്ടർനേറ്റ് റിമോട്ട് വർക്കിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാക്കി വെക്കണം. പലപ്പോഴും വലിയ ഒരു കലാമിറ്റി ഉണ്ടാകണമെന്നില്ല. നമ്മുടെ ഓഫീസിൻ്റെ മുൻപിൽ ഒരു വെള്ളക്കെട്ട്, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫാൻ, അല്ലെങ്കിൽ ഒരു റോഡ് പണി നടക്കുന്നു, ഓഫീസിലേക്ക് എംപ്ലോയീസിന് വരാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് റിമോട്ടായിട്ടുള്ളൊരു വർക്കിംഗ് അറേഞ്ച്മെൻറ്റ്സ് വേണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കോ വർക്കിംഗ് സ്പേസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു സിസ്റ്റം, നമ്മളൊരു ഓൾട്ടർനേറ്റ് അറേഞ്ച്മെൻറ്റ്സ് വെക്കുകയാണെങ്കിൽ അതെപ്പോഴും ടെസ്റ്റ് ചെയ്യണം. ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ അത് ഓടിപ്പോരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫയർഫോഴ്സ് പോലുള്ള സംവിധാനങ്ങൾക്ക് എപ്പോഴും അവർക്കൊരു എൻഗേജ്മെൻറ്റ് ഉണ്ടാകണമെന്നില്ല. പക്ഷെ ഒരു ക്രൈസിസ് വരുമ്പോൾ അവർ അലേർട്ടായിരിക്കണം, മെജോയിലായിട്ടിരിക്കണം. അതിന് മുൻപായിട്ട് ടെസ്റ്റിംഗ് എല്ലാം നമ്മൾ ചെയ്തു വെക്കണം. ഏഴാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പല ഏജൻസീസും നമ്മുടെ ലോക്കൽ ബോഡി, ഗവൺമെൻറ് ബോഡീസൊക്കെ ആയിട്ടൊരു കൊളാബറേഷനായിട്ട് വർക്ക് ചെയ്ത് വെക്കണം. NGO, ഒരുപാട് റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സ്, അതായത് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഹെൽപ്പ് മേടിച്ചിട്ട് നമുക്കതിൻ്റെ ഇമ്പാക്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ചില കാര്യങ്ങൾ നമുക്ക് ഒരു തരത്തിലും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി മനുഷ്യജീവൻ, അതാണ് ഏറ്റവും വലിയ സ്വത്ത്. പക്ഷേ അത് കഴിഞ്ഞാലും ഒരു ജീവിതമുണ്ട്. ഇപ്പോൾ ഈ വയനാട്ടിൽ ഉരുൾപൊട്ടൽ രക്ഷപ്പെട്ട പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ സ്വത്തും പേഴ്സണൽ സ്വത്തിനും ബിസിനസ്സും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ഒരു പൗരൻ്റെയും ബിസിനസ്മാൻ്റെയും കടമയാണ്. ഹോപ്പ് ദിസ് വിൽ ബി യൂസ്ഫുൾ. താങ്ക് യു.